കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവരും ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ തന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായി നമ്മളെ വിഷമിപ്പിക്കുന്ന നമ്മുടെ ജീവിത വിഷയങ്ങള് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവത്തിലെ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഇന്നത്തെ സാക്ഷ്യ വിചാരം നമ്മളെടുക്കുന്നത് ഏറ്റവും പുതിയൊരു സാക്ഷ്യമാണ്. വൈക്കത്തുള്ള അനിത താമരാക്ഷൻ്റെ സാക്ഷ്യം. അതാണിപ്പോഴ് ഭയങ്കര സ്പീഡായി ആൾക്കാരെ കൂടുതൽ പേര് കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. അതിൻ്റെ താഴെയുള്ള കമൻസുകളെല്ലാം സാക്ഷ്യത്തിൻ്റെ ഉള്ളിലെ സാക്ഷ്യമായി, ടെസ്റ്റിമണി വിത്തിൻ ടെസ്റ്റിമണിയായി അനേകരിലേക്ക് കർത്ത സാന്നിധ്യം കടന്നു ചേരണതാണ്. നിങ്ങൾ ആ സാക്ഷ്യം കേൾക്കാത്തവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അത് കേൾക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുക. ആ സാക്ഷ്യത്തിൻ്റെ എന്താണ് അതിൻ്റെ ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിൽ ആ സാക്ഷ്യം ഒരു പുനർവായനയ്ക്ക് വെക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഗ്രൗണ്ട് സീറോ മൈനസിൽ നിൽക്കുന്ന ഒരാളാണ്. വെച്ച് കഴിഞ്ഞാൽ പ്രളയം വന്ന് അവരുടെ വീടെല്ലാം നഷ്ടപ്പെട്ട്, പ്രളയം വന്ന് വീടെല്ലാം പോയി. പിന്നെ ഇപ്പം താമസിക്കുന്നത് ടർപ്പോള വലിച്ച് കെട്ടിയ ഒറ്റമുറി വീട്ടിൽ അമ്മയും 3 മക്കളും രോഗിയായിരുന്ന ഒരപ്പനുമായിട്ട്, രോഗിയല്ല അദ്ദേഹം വാഹനം ഇടിച്ച് അപകടപ്പെട്ട് ബ്രെയിൻ ഡാമേജ് വന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഒരു വ്യക്തിയുടെ തകർച്ച പനിത ചോദിക്കുന്നത് അത് ഭയങ്കര ഹൃദയസ്പർശിയാണ്. ചില ഭർത്താവിൻ്റെ ഓർമ്മ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ നാളായി ഇങ്ങനെ കിടക്കണത്. ഇപ്പോൾ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരൊക്കെ ഉള്ളവരാണ്, അവർ ശരിക്കും സഹായിക്കുന്ന ബന്ധുക്കൾ തന്നെയാണ്. പക്ഷെ നമുക്കറിയാമല്ലോ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും ആദ്യ സമയത്ത് എല്ലാവരും ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു കൊല്ലമൊക്കെ എല്ലാവരും ഒരുപോലെയൊക്കെ അതിന് ഉണ്ടാകും. പക്ഷെ പിന്നെ എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പതുക്കെ പോകും. ചിലപ്പോൾ വിളിച്ചു പോലും ചോദിക്കാത്ത രീതിയിൽ അങ്ങനെ അവർ പറയുന്നുണ്ട്. ഞാനിങ്ങനെ സമൂഹത്തിലും വീട്ടിലും ഒക്കെ ബന്ധങ്ങളുമൊക്കെ ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞു പോയെന്ന് പറയും. ഇപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ പടിപടിയായിട്ട് തളർന്നും തകർന്നുമൊക്കെ പോകുന്ന അവസ്ഥകളാണ്. ഉടമ്പടി അവരെങ്ങനെയാണ് ഇങ്ങനെ അതുപോലെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് നമ്മൾ ഈ ധ്യാനത്തിലൂടെ പരിശോധിക്കുക. ഏറ്റവും അവസാനം സംഭവിച്ചത് ഭർത്താവിൻ്റെ ഓർമ്മ പോകും. ഇപ്പം നമ്മുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ മക്കൾ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അവർക്ക് നമ്മളെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മളെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവശേഷിക്കുന്ന ഒരു ഉത്തേജനം എന്ന് പറയണത്, നമ്മളവരെ ശുശ്രൂഷിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നണതും അവരുടെ മനസ്സിൽ നമ്മളോടുള്ള ഒരു നന്ദിയും സ്നേഹവും ഒക്കെയാണ്.
പക്ഷെ അതിനൊക്കെ വേണ്ടത് ഓർമ്മയല്ലേ? ഓർമ്മ അങ്ങ് പോയാലേ ഈ രോഗി ശുശ്രൂഷയുടെ ഇപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് ഈശോ പറയണില്ലേ? അപ്പോൾ ഒരു ഉടമ്പടി നമ്മളത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഗ്രേസ്, നമുക്ക് കിട്ടുന്നത് എന്താണ്? ദൈവകൃപ. അത് ദൈവകൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി ഈശോ നൽകിയിട്ടുള്ള ഹോംവർക്കിലെ ഗൃഹപാഠങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് രോഗി പരിചരണം. ഇപ്പം ഈ രോഗി പരിചരണത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് രോഗി പരിചരിക്കുന്നവർക്ക് അവർക്കൊരു വർക്ക്, ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ ആൾക്കാർ പറയത്തില്ലേ? ഇപ്പം ദൈവത്തെ മാറ്റി നിർത്തിയാൽ തന്നെ മനുഷ്യന്, കേവലമായ മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. പക്ഷേ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യണത്? അവർക്ക് ഓർമ്മയെങ്കിലും വേണം. കുറഞ്ഞ പക്ഷം ഒരു ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു റിട്ടേൺസ് ഒന്നും ഇല്ല എൻ്റെ അടുത്ത് നിന്ന്, അല്ലേ? അപ്പോൾ അവളത് പറയുന്നുണ്ടാവും. അവൾ പറയുന്നത്, അതായത് ഞാൻ പ്രാർത്ഥനയൊക്കെ നിർത്തിയിട്ട് കുറേ കാലമായി, ആരോട് പ്രാർത്ഥിക്കാനാണ്? ചങ്ക തകർന്ന് ഇങ്ങനെയൊക്കെ പറയണത് നമ്മൾ കേൾക്കാം ആ സാക്ഷ്യത്തിൽ. ഞാൻ ആരോട് പ്രാർത്ഥിക്കാനാണ്? സൃഷ്ടിച്ചവൻ തന്നെ എന്നോട് എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടും എനിക്ക് ഒരു കരകയറ്റമില്ലാത്തപ്പോൾ ഞാൻ പിന്നെ ആരോട് പ്രാർത്ഥിക്കാനാണ്? അങ്ങനെ ഒരു മാനസികാവസ്ഥ നിന്നുകൊണ്ടാണ് ഈ ഭർത്താവിൻ്റെ ഓർമ്മ വരെ പോണത്. അപ്പോൾ പറയേണ്ടത്, എനിക്ക് മാനസിക രോഗമായെന്ന് തോന്നണമെന്ന് പറയും. കാര്യം എന്താണ്? ഈ ഓർമ്മയില്ലാത്ത ആളുടെ പ്രാഥമിക കാര്യങ്ങൾ അയാൾക്ക് ഓർമ്മയില്ലല്ല. ഇപ്പോൾ പ്രാഥമിക കാര്യങ്ങളൊക്കെ കൺട്രോളില്ലാതെ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മളതൊരു വൈഫെന്ന രീതിയിൽ ദൈവത്തെ നിർത്തിയ ഒരു ശുശ്രൂഷ അതെല്ലാം നമ്മൾ നിർവഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഓർമ്മയില്ലെങ്കിൽ പിന്നെ അതും ഇല്ലല്ലോ. അപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ഓർമ്മയില്ലാത്ത രോഗികളെ സന്ദർശിക്കുന്നു എന്നുള്ളത് സത്യമാണ്. നമുക്കതിൽ നിന്ന് ഒരു റിട്ടേൺസുമില്ല. അതുകൊണ്ടാണ് ഞാൻ രോഗിയായിരുന്നു എന്ന് ഈശോ പറയണത്. നിൻ്റെ ഭർത്താവ് രോഗിയാണെന്ന് പറയരുതെന്ന്, ഇല്ലേ? അതാണ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരയല്ലേ തളരല്ലേ, നെഞ്ചൊന്നു നീരിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മത്തായി 25:36. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. മത്തായിയുടെ സുവിശേഷമാണ് 25-ാം അധ്യായം 36-ാമത്തെ വചനം. എന്താ പറയണത്? ഞാൻ രോഗിയായിരുന്നു. ഇപ്പം അവളുടെ ഭർത്താവ് രോഗിയായിരുന്നു, അല്ല നിങ്ങളുടെ മകൻ രോഗിയായിരുന്നു എന്നല്ല. ഇവർ രോഗികളിലെ നമ്മൾ മക്കളെയാണ്, അല്ല ഭർത്താവിനെയാണ് കാണുന്നതെങ്കിൽ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ബോറടിക്കുകയും റിട്ടേൺ കിട്ടാത്ത കാരണം നമ്മൾ മാനസിക രോഗികളായി മാറുകയും ചെയ്യും. അപ്പം ആരെങ്കിലും ശുശ്രൂഷിക്കുന്നുണ്ട് ഉടമ്പടിയുടെ വെളിച്ചത്തിലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഈ 25:36 എന്താണ്? ആ രോഗിയെ XOR നമ്മൾ ശുശ്രൂഷിക്കുന്നവരെ ആരായിട്ട് കാണണം? നീ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവായിട്ട് കാണണം. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നിന്നെ കണ്ടത് ചെയ്യുവാൻ, നിന്റെ നാമമഹത്വത്തിനായി അത് ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളരല്ലേ, നെഞ്ചൊന്നു നീറിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ, ആരാധിച്ചിടാം. Praise the Lord. Praise the Lord. അപ്പോഴ് എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് കുരിശ് ആയിട്ട് നമുക്ക് തോന്നുന്ന മേഖലകളെല്ലാം ആ കുരിശോടുകൂടെ ക്രൂശിക്കപ്പെട്ടവനെ കാണണമെന്നാണ് സുവിശേഷം. എവിടെയെങ്കിലും കുരിശുണ്ടെങ്കിൽ കുരിശിൻ്റെ കൂടെ ആര് കാണണം? ക്രൂശിക്കപ്പെട്ടവനെ കൂടി കാണണം. അത് കർത്താവിന് വേണ്ടിയാണ് ആ കുരിശ് കാണേണ്ടത്. അപ്പോൾ ഈ ഓർമ്മ കൂടി പോയി, വീടുമില്ല, അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കാൻ വിട്ടിട്ടേ അവിടെ ഫീസ് അടക്കാൻ നിവൃത്തിയില്ലാതെ മകൾ വന്ന് വീട്ടിൽ നിൽക്കുക. അപ്പോഴ് ആൾക്കാരൊക്കെ ചോദിച്ചു, ഇവളെന്തോ പ്രോബ്ലം ഉണ്ട് അവിടെ ഉണ്ടാക്കിയിട്ട്, പെൺകുട്ടികളല്ലേ അപ്പം എല്ലാം പ്രോബ്ലമായിട്ട് കാണത്തുള്ളൂ നാട്ടുകാർ. ഇവളവിടെ എന്തോ പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുകയാണെന്ന്. പക്ഷേ ആൾക്കാരോട് പറയാൻ പറ്റുമോ? ഫീസ് അവിടെ കൊടുക്കാൻ പറ്റാത്ത കാരണം ഇറക്കി വിട്ടിരിക്കുകയാണെന്ന്. ഒരു അമ്മ മനസ്സനുഭവിക്കുന്ന വ്യത്യസ്തമായ കാലാവസ്ഥകൾ എന്തിനാണ് നിങ്ങളോട് ഞാൻ പറയണത്? എനിക്കറിയാം പലരുടെയും അവസ്ഥ ഇതുപോലെയോ ഇതിനേക്കാൾ താഴ്ന്നതോ ആണ്. ഇതിത്തിരി കൂടിയതാണെന്ന് പറയാൻ കാരണം ഈ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവളെടുക്കുന്ന ഒരു തീരുമാനം പറയുന്നുണ്ട്. ഞങ്ങളെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചെന്ന് സെപ്റ്റംബർ 2-ാം തീയതി ഡേറ്റൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ വിഷമൊക്കെ വാങ്ങിച്ച് വെച്ചു. അപ്പോൾ അവരുടെ ഒരു ഞാൻ എങ്ങനെ ഈ ചായന് എങ്ങനെ ഞാൻ വിഷം കൊടുക്കും? അതാണ് പ്രശ്നം. കുഞ്ഞുങ്ങളെല്ലാം കഴിക്കാൻ തയ്യാറായി. ഒക്കെ കുഞ്ഞുങ്ങൾ വരെ കഴിക്കാൻ തയ്യാറായെന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ എന്തുമാത്രം സഹിക്കാനാവാത്ത അവസ്ഥയാണ്. ഉടമ്പടി എത്രയോ മനോഹരമാണെന്ന് പറയാൻ കാരണം അതാണ്. അതായത് കുഞ്ഞുങ്ങളോട് അമ്മ ഇങ്ങനെ ഒരു അവസ്ഥ ചെല്ലാൻ കാരണം ഇവർ 7 ലക്ഷം രൂപ, പാവപ്പെട്ടവരല്ലേ, 7 ലക്ഷം രൂപയ്ക്ക് ശരിക്കും പറഞ്ഞാൽ 7 കോടി രൂപയുടെ കടമുള്ളവരുടെ അവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പം പലരും വിളിച്ച്, കടക്കാർ വിളിച്ച് ഭർത്താവിനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കണ്ടപാട്ടുന്നൊക്കെ ഒരു കടം മേടിച്ച പലിശക്ക് അവരൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരെ വിളിക്കുന്നുണ്ട്. മകൾ വന്ന് വീട്ടിൽ നിൽക്കണുണ്ട്. അപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ അവർ അസഭ്യമൊക്കെ പറയും ഫോണിൽ. അപ്പോൾ ഇവരുടെ കണ്ണറിയാണ്ട് നിറഞ്ഞ് കണ്ണീര് താഴെ വീഴുമ്പോൾ മക്കളുടെ ആത്മവിശ്വാസം പോകും. കാര്യം അവർക്കെല്ലാം ഒരു അഭയമായിരുന്നത്. പല അഗ്നി പരീക്ഷകളിലൂടെ പോകുമ്പോഴും അമ്മയാണ് അവരുടെ അഭയം. അതിൻ്റെ തനിത പറയുന്നുണ്ട്. എൻ്റെ ബന്ധുക്കൾ വിലയും നിലയൊക്കെ ഉള്ളവരാണ്, പക്ഷെ എൻ്റെ മക്കളെ ഞാൻ അവരുടെ അടുത്ത് വിട്ടിട്ടില്ല. കാരണം അവർ നാളെ കാലങ്ങളിൽ ഈ ദാനങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ വന്നാൽ അവർക്ക് അവിടെയൊക്കെ മുമ്പിലൊരു വില പോകും. എൻ്റെ മക്കളെ പ്രതിയാണ് ഞാൻ അങ്ങനെയൊക്കെ. എനിക്ക് തെറ്റാകാൻ ശരിയാകാം,
കുഞ്ഞുങ്ങളുടെ അഭിമാനം ഓർത്തിട്ടാണ് ഞാൻ അവരോരോരുത്തും പണത്തിനൊന്നും വിടാതിരുന്നത്. ഒരു ലേഡിയാണ് അവർ ശരിക്കും. എന്ത് ബുദ്ധിയും ബോധവും ഉള്ളവരാണത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ നിലപാട്. കാര്യം അവർ ആ നിലപാട് കറക്റ്റാണെന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. കാര്യം ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് എൻ്റെ ഓൺ അമ്മയുടെ ആങ്ങള, അങ്ങേര് 2 ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. വത്തിക്കാനിൽ പോയി റോമിൽ പോയി പഠിച്ച് സ്വരൂപതയെ വന്ന് ഇവിടെ സെമിനാരി റെക്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ആദ്യകാലങ്ങളിലൊക്കെ ഫൈനാൻസായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പഠനകാലങ്ങളൊക്കെ. പക്ഷെ അങ്ങേര് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 1979 അല്ല 76, അപ്പം അന്നത്തെ അച്ഛന്മാർ സെമിനാരി താമസിക്കുന്നവർക്ക് 75 രൂപയാണ് ശമ്പളം. 75 രൂപ ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെ ശമ്പളം എന്ന് പറയും. നമ്മളല്ലേ, ഞങ്ങൾ സഭയിൽ നിന്ന് വാങ്ങിക്കുന്ന ശമ്പളമല്ല, ഞങ്ങൾക്ക് സസ്റ്റനൻസ് എന്ന് പറയാതെ. ഞങ്ങൾക്ക് ഉടുപ്പൊക്കെ കഴുകി ചെരുപ്പൊക്കെ പൊട്ടിയാൽ മേടിക്കാനും സോപ്പൊക്കെ മേടിക്കാനുള്ള കാശിനാണ് സസ്റ്റനൻസ് എന്ന് പറയുന്നത്. അതാണ് ഞങ്ങൾ സഭയിൽ നിന്ന് വാങ്ങിക്കുന്നത്. പള്ളികളിലിരിക്കുമ്പോൾ അത് തന്നെ വാങ്ങിക്കണത്, ശമ്പളമല്ല. ശമ്പളം എന്ന് എങ്ങനെ പറയാൻ പറ്റും? തൊഴിലുറപ്പുകാർക്ക് ഇതിനൊക്കെ കൂടുതൽ കിട്ടും. എന്താ അത്രയും നാളെ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് എന്തരൂപികമായിട്ടാണ് ഇതിൻ്റെ അകത്ത് ജീവിക്കണത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ കൃപാസത്തിന് പോലും ഞാൻ 5 പൈസ ഇന്നുവരെ വാങ്ങിച്ചിട്ടില്ല. ശുശ്രൂഷ ചെയ്യണം ഞാനാണ് ഇവിടെ. 20 കൊല്ലമായില്ലേ. വേണമെങ്കിൽ ഒരു ശുശ്രൂഷക്ക് 1000 രൂപ വെച്ച് മേടിക്കാമല്ലോ. അപ്പോഴും 20 കൊല്ലത്ത് എന്തുമാത്രം കാശ് കിട്ടും. ഐ ആം നോട്ട് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് കർത്താവിൻ്റെ പണമാണ്, ദൈവശുശ്രൂഷക്കുള്ളതാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. പിന്നെ ഇതുപോലെ വല്ല മരുന്ന് വല്ലതൊക്കെ വരുമ്പോൾ അവിടുന്ന് ബില്ല് കൊടുക്കുകയാണെങ്കിൽ അവരത് പേയ്മെൻറ്റ് ചെയ്യും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സഭയിലെ അവിടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും നിലനിൽക്കുന്ന ഒരു രീതിയാണിത്. പിന്നെ ഞങ്ങളെ ഉടുത്ത് കുളിച്ച് മിടുക്കന്മാരായിട്ട് നടക്കുന്നത് ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ ലോഹയായിട്ടും ഒത്തിരി പേര്. ഇപ്പോൾ ഈ കൃപാസനം തന്നെ റൺ ചെയ്യണത് എങ്ങനെയാണ് ശരിക്കും? ഞങ്ങൾ ഇവിടെ കുർബാന പണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. സ്വസ്ഥ കാശെടുക്കുന്നുണ്ടോ? ഇല്ല. അതേസമയം തന്നെ സംഭാവന എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു സംഭവം സാമ്പത്തികമായിട്ടൊരു വിഷയമില്ല. കാര്യം ചെയ്യാത്തതിൻ്റെ കാരണം ഇതൊന്നും ഈശോയ്ക്ക് ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ലേ? സാമ്പത്തികത്തിന് ഏതെങ്കിലും മേഖലയിൽ ഇപ്പം യൂട്യൂബ് 5 പൈസ കമ്പനി വാങ്ങിക്കണില്ല. എത്രയോ പ്രാവശ്യം അവിടെ വൗച്ചർ വന്ന് മേടിക്കണില്ല. അങ്ങനെ വന്നാൽ പരിശുദ്ധാത്മാവ് പതുക്കെ ഇറങ്ങിപ്പോവും. പക്ഷെ എന്നാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണില്ലേ? സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. എന്താ കാര്യം? അമ്മ മാതാവ് വാരിക്കോരി കൊടുത്ത് അനുഗ്രഹിച്ച് നിലനിർത്തിയ ആൾക്കാർ കൊണ്ടുവന്ന് ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയും ശുശ്രൂഷകൾ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയും ആവശ്യത്തിന് കൊടുത്തിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ വിഷയം സംസാരിക്കാറ് പോലും ഇല്ല ഇവിടെ. പുറത്തൊക്കെ ആൾക്കാർ ട്രോളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് അറിയാൻ പാലാത്തതുകൊണ്ട് നമ്മളെന്ത് പറയാനാണ്. പക്ഷേ ഇതാണ് എൻ്റെ സിറ്റുവേഷൻ. പോട്ടെ, എൻ്റെ ഒരു അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഓരോ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കണം. അമ്മ അവൾ പറഞ്ഞ കറക്റ്റാണ്. ശരിക്കും അനിത പറഞ്ഞത് കറക്റ്റാണ്. എൻ്റെ അമ്മാവനൊരു ചെറിയ തെറ്റ് ചെയ്ത്. കാര്യം അമ്മാവൻ്റെ ശമ്പളം 75 രൂപയാണ്. അതിൽ 50 രൂപ എനിക്ക് സോപ്പും ബക്കറ്റും ഉടുപ്പും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പം അമ്മാവൻ പറയും, നീ അത് പോയി പ്രൊക്കറ്റിലേക്ക് നിന്ന് മേടിച്ചോളാൻ പറയും. 20 രൂപ അമ്മാവനും കൊടുക്കും. 50 രൂപ പ്രൊക്കേറ്റർ എന്ന് പറയുന്നത് ട്രഷററാണ്, സെമിനാരിയിലെ പണ സൂക്ഷിപ്പുകാരൻ. അതൊരു അച്ഛനാണ്. അപ്പം അങ്ങേരോട് വാങ്ങിച്ചോളാൻ പറയും. അപ്പം അങ്ങേരെടുത്ത് ഞാൻ എല്ലാ മാസവും ചെന്നിട്ട് 50 രൂപ മേടിക്കും. എന്നിട്ട് ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് എൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ 50 രൂപക്ക് നിൽക്കില്ല. പക്ഷെ അന്ന് 50 രൂപക്ക് വരെ ഉണ്ട്. 76 അത്യാവശ്യം കാര്യമൊക്കെ നടക്കും. നമുക്ക് വരെ ആർഭാടമൊന്നും നടക്കത്തില്ല. ഉടുപ്പ് കെട്ടുകളും പണ്ട് ഈ ഉജാലയൊക്കെ വാങ്ങിക്കാനുള്ള കാശ് കിട്ടും. മുക്കാനും തേക്കാനും ഒക്കെയുള്ള പരിപാടി കിട്ടും. പക്ഷേ അത് പിന്നീട് എനിക്കത് വലിയ ഭാരമായി മാറി. എന്താ കാര്യം? ഈ പ്രൊക്യുറേറ്റർ പിന്നീട് രൂപതാ ബിഷപ്പായപ്പോൾ ഞാൻ അച്ഛനായി.
അതാണ് പ്രശ്നം. ഈ പ്രൊക്രേറ്ററായിരുന്ന ഈ 50 രൂപ തന്നുകൊണ്ടിരുന്ന അച്ഛൻ പിന്നീട് രൂപതര ബിഷപ്പായി. അപ്പം ഞാൻ ആരായി? ഞാൻ പഠിച്ച് അച്ഛനായി. ഈ മനുഷ്യൻ്റെ മുമ്പിൽ നമ്മളെ 50 രൂപയ്ക്ക് വേണ്ടി എത്രയോ വർഷം കൈനീട്ടിയതാണ്. അത് കാരണം പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അതാണ് വിഷയം. അത് അനിത പറഞ്ഞ കറക്റ്റ്. അനിത പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. നിങ്ങൾക്കത് മനസ്സിലായെന്ന് അറിയത്തില്ല. നിങ്ങളവർക്ക് അത് വലിയ ഭാവമല്ലേ, ഉള്ളവരൊക്കെ അത് മേടിക്കണ്ടേ. പക്ഷെ അനിത പറഞ്ഞത് എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ മക്കൾ ആടെ മുമ്പിൽ കൈനീട്ടിയ നാളെ അവരുടെ മുമ്പിൽ അവർ ദാസന്മാരുടെ കാണത്തില്ലേ എന്നാ ചോദിച്ചത്. അതുകൊണ്ടാണ് അത് അമ്മയുടെ അവസ്ഥയിലാണ് ഞാനത് കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ പോകുമ്പോൾ അവർ പോകത്തില്ലായിരുന്നു. ഈ കടക്കാരെ വിളിച്ച് തോന്നിവാസം പറയണില്ലേ, അപ്പോൾ ഈ മക്കൾക്കെല്ലാം എന്തെല്ലാം അഗ്നി പരീക്ഷകളിലൂടെ പോകുമ്പോഴും ഇവർ ഒറ്റക്ക് നിന്ന് പടപൊരുതി അതിനേക്ക് അതിജീവിച്ച് ഈ കുഞ്ഞുങ്ങളെയും പൊരുന്ന് പരന്ത് വരുമ്പോഴും പാമ്പ് വരുമ്പോഴും ഒക്കെ കൂടെ ചിറകിൽ ചേർത്ത് കൊണ്ടു നടക്കുന്ന അമ്മ ഒരു നിമിഷം ഇങ്ങനെ ഫോൺ എടുക്കുമ്പോൾ കരയണത് കാണാം. അപ്പോൾ 2 മക്കളും വന്ന് കയ്യെ പിടിച്ചിട്ട് പറയും, അമ്മ എന്തെല്ലാം സംഭവിച്ചാലും അമ്മ കരയരുത്. അമ്മ കരഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചങ്ക് പറഞ്ഞു പോകും, പിന്നെ ഞങ്ങൾക്ക് ഒരു ആരംഭവും ഇല്ലാത്ത രീതിയിലാകും. അപ്പോൾ പറയും, നമുക്ക് ഒരുമിച്ച് മരിക്കാം, ഇങ്ങനെ പോകാൻ എത്ര കാലം പോകാൻ പറ്റും. അതാണ് സംഭവം. അപ്പോൾ അവരങ്ങനെ വിഷമൊക്കെ വാങ്ങിച്ച് വെച്ച് അവർക്ക് അതിൻ്റെ അകത്തൊരു മനസാക്ഷി അവർക്ക് തോന്നണില്ല. കാരണം അവസ്ഥ അങ്ങനെയായിപ്പോയി. അപ്പോൾ ഈ സെപ്റ്റംബർ 2-ാം തീയതി അപ്പോൾ എന്നിട്ട് ഈ അമ്മ അനിത മക്കളോട് പറയും, അച്ഛനെ എങ്ങനെ കൊടുക്കൂടാ ഞാൻ വിഷമെന്ന് ചോദിക്കും മൂത്ത മകനോട്. അപ്പോൾ അവൻ പറയും, ഞാൻ കൊടുക്കാം അച്ഛനെന്ന് പറയും. അച്ഛൻ കിടപ്പാണല്ല, അച്ഛൻ നമ്മളില്ലാതെ അച്ഛനിങ്ങനെ കിടന്നിട്ട് കാര്യമില്ലല്ലോ, ഞാൻ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ ഇവരെങ്ങനെ തീരുമാനിച്ച് പക്ഷേ 2-ാം തീയതി വൈകുന്നേരമായപ്പോൾ അവിടെ മൊബൈലിലേക്ക് ഒരു ലിങ്ക് വരും. എന്താ വരുന്നത്? കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യത്തെ ലിങ്കാണ് വരുന്നത്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ സുവിശേഷ വേല ചെയ്യുമ്പോൾ എത്ര ആത്മാക്കൾ രക്ഷപ്പെടുന്നുണ്ടോ. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എന്തിനാണ് ഷെയർ ചെയ്യണമെന്ന്. പക്ഷേ ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുമ്പോഴല്ലേ അറിയത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഇവർ ഈ ഷെയർ ചെയ്യുമ്പോൾ ഈ ലിങ്ക് എടുത്ത് നോക്കി. അപ്പോൾ മൂത്ത മകനോടനെ ഈ മൂത്ത മകൻ ഞാൻ അപ്പന് വിഷം കൊടുക്കാമെന്ന് പറഞ്ഞവൻ പറയും, അമ്മേ നമുക്കൊന്ന് കൃപാസനത്തിൽ പോയാലാ, ചിലപ്പോൾ ഇതായിരിക്കും അവസാനത്തെ പിടിവള്ളി എന്ന് പറയും. ചിലപ്പോൾ ഇതായിരിക്കും അവസാനത്തെ പിടിവള്ളി, നമ്മുടെ അവസാനത്തെ ഒരു അഭയം. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഒരു മനുഷ്യൻ്റെ അവസാനത്തെ അഭയകേന്ദ്രമാണ് കൃപാസനമെന്ന് ഒരു മനുഷ്യരെ അനുഭവത്തിൽ നിന്ന് അവർ പറയണ കേൾക്കുമ്പോൾ എന്തൊരു അർത്ഥവത്താണ് നമ്മുടെ ശുശ്രൂഷയെന്ന് നമുക്ക് തോന്നും. ഒന്ന് ശ്രുതിക്കട്ടെ മക്കളെ, എല്ലാവരും ഓർത്ത് എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാതെ വിഷമിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായി ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിന് നാഥ ആ മക്കളെ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തളരല്ലേ നെഞ്ചൊന്നു നീരിടല്ലേ, നിന്നെ കാണാ നിന്നെ കേൾക്കാ നാദനുണ്ടിവിടെ, ആരാധിച്ചിടാ കരയല്ലേ തളരല്ലേ നെഞ്ചൊന്നു നീരിടല്ലേ, നിന്നെ കാണാ നിന്നെ കേൾക്കാ നാദനുണ്ടിവിടെ, ആരാധിച്ചിടാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം പിറ്റേ ദിവസം വന്നിട്ട് അനിയത്തി തന്നെ ഇവരെ വിളിക്കും. ഇവൻ്റെ അനിയത്തി ഇവരെ സഹായിച്ചുകൊണ്ട് പല കാര്യങ്ങളും എങ്ങനെ സഹായിച്ചിട്ട് കടലിൽ കല്ലിടണ പോലെയുള്ള അവസ്ഥയാണ്. അതാണ് അവസ്ഥയെ. അപ്പോൾ അനിയത്തി, അപ്പോൾ എല്ലാ ബന്ധുക്കളും അവർ നന്നായിട്ടാണ് സംസാരിക്കണം. പക്ഷേ കടലിൽ കൊണ്ട് കല്ലിടണ പോലെയാണ് സഹായങ്ങളൊക്കെ, ഒന്നും കാണുകയില്ല. അപ്പോൾ അനിയത്തി വരും. അനിയത്തിയോട് വരുമ്പോൾ അനിയത്തി പറയും, ഞങ്ങൾ കൃപാസനത്തിൽ പോകണു, ചെടുത്തി വരുന്നുണ്ടെന്ന് പിറ്റേ ദിവസം ഒന്ന് ചോദിക്കും. അപ്പോൾ ഇവള് പറയാം, അനിയത്തിയല്ലേ, സ്വന്തമായിട്ട് സംസാരിക്കുക. ഞാൻ പറയും, എടി എൻ്റെ കാശില്ല. അപ്പോൾ പറയും, ഞാൻ എടുത്തോളാം ചേച്ചിയുടെ കാശെന്ന് പറയും. അപ്പം അവർക്ക് വണ്ടിക്കൂലി കൊടുത്തുകൊണ്ട് അനിയത്തി ചേടത്തിനെ കൊണ്ടുവരും. അങ്ങനെ ഇവിടെ വന്ന് ഇവർ കണ്ടെല്ലാം കേട്ട് മനസ്സിലാക്കി അവർ ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ പിന്നത്തെ കാര്യം നിങ്ങൾ കേൾക്കേണ്ടതാണ്. ശരിക്കും ഇവരുടെ അവസ്ഥ ഞാൻ കടന്നില്ലേ. ഇനി ദൈവം ഒരു വ്യക്തി ഇങ്ങനെ 0- നിന്ന് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ അവരെ ഉയർത്തിക്കൊണ്ടുവരണമെന്നറിയാം. അപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നിങ്ങൾ ദൈവത്തിൻ്റെ അസൽ ബന്ധുക്കളായി മാറുകയാണ്. അല്ലേ? വാഗ്ദാനപ്രകാരമുള്ള ബന്ധുക്കൾ. നമുക്ക് 2 തരത്തിലാണ് ദൈവത്തിൻ്റെ മക്കളാകണത്. ദൈവത്തിന് ബൈബിൾ അനുസരിച്ച് 2 തരത്തിലാണ് മക്കളാകണത്. ഒന്ന് വംശപ്രകാരം. ഇപ്പം നമ്മുടെ കുടുംബങ്ങളൊക്കെ നടക്കുന്ന വംശപ്രകാരമല്ലേ നമ്മൾ മക്കളാകണത്. പിന്നെ എന്താണ്? വാഗ്ദാനപ്രകാരം. ഉടമ്പടി എടുക്കുമ്പോൾ എന്താ സംഭവിക്കും? ഉടമ്പടി എടുക്കുമ്പോൾ നീ ആദ്യമായിട്ടും, നീ ചിലപ്പോൾ ഒരു നോൺ ക്രിസ്ത്യൻ അല്ല, നോൺ ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ നീ ഉടമ്പടി എടുക്കുമ്പോൾ നീ എന്താ സംഭവിക്കുന്നത്? ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആളെപ്പോലെ തന്നെ നിനക്ക് ദൈവത്തിൻ്റെ മകനും മകളുമായി മാറുകയാണ്. അതെന്ത് വകുപ്പിലാണ് അങ്ങനെ വേണ്ടത്? വംശപ്രകാരമല്ല, പിന്നെന്താണ്? വാഗ്ദാനപ്രകാരം. ബൈബിൾ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു വലിയൊരു സ്വർഗീയമായ സാധ്യതയാണ്. എനിക്ക് തോന്നുന്നത് റോമ 9:8 ശ്രുതികട. വംശമുറയ്ക്കുള്ള മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, പ്രത്യുത ശ്രുതികട. ഹല്ലേലൂയ. റോമാലേഖനം 9:8 വായിച്ചേ. വംശമുറയ്ക്കുള്ള മക്കളല്ല. ഒന്ന് പറഞ്ഞേ. വംശമുറക്കുള്ള മക്കളല്ല. വംശമുറയ്ക്കുള്ള മക്കളല്ല, ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ മക്കൾ. പ്രത്യുത വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ്. യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. ആ ബൈബിളിൻ്റെ അപ്രോച്ച് അതാണ്. വംശമുറക്കുള്ള മക്കളെ അല്ല ബൈബിള് യഥാർത്ഥ മക്കളായി കാണുന്നത്. പിന്നെ ആരാണ് കാണുന്നത്? ദൈവത്തിൻ്റെ മക്കളെ. വംശമുറക്കുള്ള മക്കൾ മനുഷ്യന്മാരുടെ മക്കളല്ലേ. പക്ഷെ ദൈവത്തിൻ്റെ മക്കളായി കാണുന്നത് എങ്ങനെയാണ്? വംശമുറക്കുള്ളതല്ല. റോമ 9:8 എന്താ പറയണത്? വാഗ്ദാനപ്രകാരമുള്ള വാഗ്ദാനപ്രകാരമുള്ള മക്കളാണ് യഥാർത്ഥ ദൈവത്തിന്റെ മക്കള്. അപ്പൊ അനിത ഉടമ്പടി ചെയ്തപ്പോൾ ഉടനെ അനിതയും മക്കളും ദൈവത്തിന്റെ മക്കളായി മാറുകയാണ്. അതാണ് വിഷയം. അത് നിങ്ങൾ അറിയണം. ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന്. അപ്പൊ മക്കളാണെങ്കിൽ പിന്നെ എന്താ സംഭവിക്കണത്? ഉടനെ അവകാശികളാകും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന. കരയല്ലേ, തളരല്ലേ, നെഞ്ചുന്നു നീരിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമ 8:17.
നാം മക്കളെങ്കിൽ എന്ന് പറഞ്ഞ നാം മക്കളെങ്കിൽ നാം മക്കളെങ്കിൽ അവകാശികളുമാണ് അവകാശികളുമാണ് ദൈവത്തിന്റെ അവകാശികളും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അപ്പോൾ റോമ 8:17 എന്താ പറയണത്? നാം മക്കളാണെങ്കിൽ അവകാശികളുമാണ്. കണ്ടാ, അതിൻ്റെ മക്കളും ഉടനെ മക്കളുമായി, പിന്നെന്താണ്? അവകാശികളുമായി. പെട്ടെന്നായി സംഭവം നടക്കുന്നത്. ഇത് വിശദീകരിക്കുന്ന ഗലാത്യ ലേഖനമാണ്. ഗലാത്യ 4:28. ഗലാത്യ 4:28. സഹോദരങ്ങളെ നമ്മളാകട്ടെ ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിന്റെ മക്കളാണ്. അതായത് വാഗ്ദാന പ്രകാരം മിശ്രമുറക്കുള്ള മക്കളുണ്ട്, പിന്നെന്താണ്? വാഗ്ദാന പ്രകാരമുള്ള മക്കളുണ്ട്. ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ പ്രാർത്ഥനയാണ്. നീ ഉടമ്പടിയിൽ നമ്മൾ എന്തിനാണ് ഉടമ്പടി ചെയ്യണത്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് നമുക്ക് അവകാശികളാകാനാണ്. ക്ലിയർ അല്ലേ? ദൈവത്തിൻ്റെ വാഗ്ദാനം എന്തുമാത്രമുണ്ട്? 7752 വാഗ്ദാനമെന്ന് ഗൂഗിൾ പറയും. ചില വെബ്സൈറ്റുകളിൽ 8852 വാഗ്ദാനം എന്ന് പറയും. കാരണം ഒരു മനുഷ്യൻ്റെ ഫിസിക്കാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി മെയിൻ്റെനൻസിന് വേണ്ടി ദൈവം 8000-ഓളം വാഗ്ദാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ 8000 വാഗ്ദാനങ്ങൾ അനുദിന ജീവിത ആവശ്യങ്ങളും നിത്യജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. When we come to the covenant relation, we became heirs of this. നമ്മൾ റൈറ്റ് ഹോൾഡേഴ്സ് ആവും ഇതിൻ്റെ. എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ. അതാണ് മക്കളെങ്കിൽ അവകാശികളുമാണ്. പക്ഷെ അവകാശികളും മക്കളുമാക്കുന്നത് എന്താണ്? ഉടമ്പടിയാണ്. ഉടമ്പടി വഴി വാഗ്ദാനങ്ങളിലൂടെയാണ് നമ്മൾ പ്രാപിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ മക്കളാകുന്നത്. മക്കളാകുമ്പോൾ അവകാശികളുമാകും. അനിത ഉടമ്പടി എടുക്കുമ്പോൾ വാഗ്ദാന പ്രകാരം ദൈവത്തിൻ്റെ മകളുമായി ആ കുടുംബം മുഴുവൻ ദൈവത്തിൻ്റെ മക്കളായിട്ട് പിന്നെന്തായി? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ അവകാശികളാകും. ഇത് ആദ്യം മുതലുള്ള ഏത് വാഗ്ദാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതലേ വാഗ്ദാനം ഉണ്ടാവും. ഇപ്പം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17:26 ഈ വാഗ്ദാനമുണ്ട്. 17:16 ഉൽപ്പത്തി പുസ്തകം 17:16 എടുത്ത് ശ്രുതികട ശ്രദ്ധിക്കട്ടെ. ഞാൻ അവളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളുടെ മാതാവാകും. വാഗ്ദാനം കണ്ട. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇസഹാക്കിനെ കുറിച്ച് പറയണതാണ്. പക്ഷേ ഇസഹാക്കിന് സാറാക്ക് യോജിക്കണില്ല. ഇത് യോജിക്കണത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ജനതകളുടെ മാതാവാകും എന്ന് പറഞ്ഞെങ്കിലും ഒരു കംപ്ലീറ്റ് പൂർണ്ണ മാതാവാകത്തില്ല അവർ. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മാനുഷികമായ ന്യൂനതകൾ ഭയങ്കരമാണ്. സാറയുടെ ഭാഗത്തുനിന്നായാലും ശരി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 17 ഒന്ന് വായിച്ചോളൂ. ജനസിസ് ഉൽപ്പത്തി 17:16 വായിച്ചോളൂ. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളുടെ മാതാവാകും. അപ്പം ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും. അവൾ ജനതകളുടെ മാതാവാകും എന്നൊക്കെ പറഞ്ഞാലേ ഇത് പെട്ടെന്ന് മനസ്സിലാകണത് എന്താണെന്നറിയാവുക? ഇത് അമ്മയുമായി ചേർത്ത് വെച്ചാലേ പെട്ടെന്ന് മനസ്സിലാകത്തുള്ളത്. മറിയത്തിലൂടെ ദൈവം കൊടുത്തൊരു വാഗ്ദാനമാണിത്. അതറിയണമെങ്കിൽ
ജനതകളുടെ മാതാവാകും എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പണ്ടൊരു പള്ളിയിൽ ഇരിക്കുമായിരുന്നു, 5 കൊല്ലം അവിടെ വികാരിയായിട്ടിരുന്നത്. ആ പള്ളിയുടെ പേര് ദൈവജന മാതാവാണ്, ജനതകളുടെ മാതാവാണ്, ജനതകളുടെ മാതാവ്. അത് സഭയുടെ ഏറ്റവും വലിയൊരു സങ്കല്പമാണ്, ജനതകളാണ്. അല്ലാതെ ക്രിസ്ത്യൻസിൻ്റെ മാതാവ് എന്നല്ല പറയണത്, ജനതകളുടെ മാതാവാണ്, മനുഷ്യ മക്കളുടെ എല്ലാവരുടെയും മാതാവാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, മാതാവേ, അമ്മയുടെ മക്കൾക്ക് വേണ്ടി, ജനതകൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കണമേ എന്ന് ഈ ആരാധനയിലൂടെ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന. ഹല്ലേലൂയ.